മാറി കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടല്ലാതെ ഇത് സാധിക്കില്ല. ഇതൊരു പഴയ കഥയാണ്. വടകരയിൽ നിന്നും ഒരു സ്ത്രീ കോഴിക്കോട്ടേക്ക് വരികയാണ്. അവളുടെ വസ്ത്രത്തിനുള്ളിൽ ഒരു തേള് കയറിക്കൂടിയത് അവൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തേള് കടിക്കാൻ തുടങ്ങി. അവൾ സഹിക്കുക എന്ന് പറഞ്ഞാൽ തേള് കടിച്ചാലുള്ള വേദന അറിയാവുന്ന ആളുകൾക്കറിയാം അതിൻ്റെ അർത്ഥം എത്രയുണ്ട് എന്ന്. അങ്ങനെ സഹിച്ച് അവൾ കോഴിക്കോട് എത്തുമ്പോഴേക്കും വായിൽ നുരയും പതയൊക്കെ വന്നു. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി മരിച്ചു. അവൾ മരിക്കാനിടയായത് തേളിൻ്റെ കടി മൂലമല്ല, അവൾ ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട്. ഉറക്കെ കരയാനോ ബഹളം വയ്ക്കാനോ വസ്ത്രം കുടഞ്ഞു കളയാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം പരമ്പരാഗതമായി ലഭിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ് മരണം. മതം മൂലവും മരിക്കാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. SSFൻ്റെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചു, സച്ചിദാനന്ദനെ, അങ്ങനെ പലരെയും ക്ഷണിച്ചു. അപ്പോൾ ഞങ്ങളതിന് പോയി. അവിടെ യോഗസ്ഥലത്ത് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, പെൺകുട്ടികളില്ല. കേരളത്തിലെ പെൺകുട്ടികളൊക്കെ എവിടെ പോയി എന്ന് വിചാരിച്ചു. ഏതായാലും ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ എന്താ ചെയ്യുക, പ്രസംഗത്തിന് ക്ഷണിക്കുമ്പോൾ പെൺകുട്ടികൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ധാർമ്മിക നിലവാരം അന്ന് കിട്ടിയിരുന്നില്ല. ഇന്ന് കിട്ടി. ഇന്ന് ഇനി SSF ക്ഷണിക്കുകയാണെങ്കിൽ നിസ്സംശയം ചോദിക്കും, പെൺകുട്ടികളുണ്ടോ? ഇല്ലെങ്കിൽ ആ യോഗത്തിന് ഞാൻ വരില്ല എന്ന് തീർച്ചയായിട്ടും പറയാം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. അങ്ങനെ സ്ത്രീകളെ ഇൻവിസിബിൾ ആക്കുക, അദൃശ്യരാക്കുക എന്നത് പുരുഷൻ്റെ എല്ലാ കാലത്തേക്കും മോഹമാണ്. അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ദൃശ്യതയുള്ള ഒരാളായാൽ മതി എന്ന ഈ തോന്നൽ കാലാകാലമായി മതത്തിൻ്റെ പിന്തുണയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം. ഇവിടെ നേരത്തെയും പറഞ്ഞു, ഞാൻ അധികം സംസാരിക്കുന്നൊന്നുമില്ല. നേരത്തെയും പറഞ്ഞു, മതം പരിഷ്കരിക്കാൻ നിങ്ങൾക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ കോൺഗ്രസിനെയോ ഒന്നും കിട്ടുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ അധികാരത്തിൽ വരുമ്പം വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ. എന്തിനാ ഈ കമ്മീഷൻ എന്നല്ലേ? സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാനൊന്നുമല്ല. ആ രാഷ്ട്രീയ പാർട്ടിയിലെ പുരുഷന്മാർ എന്തെങ്കിലും സ്ത്രീകളോട് അവഹേളനം കാണിച്ചാൽ ആ പുരുഷന്മാരെ രക്ഷിക്കുക എന്നതാണ് ഈ വനിതാ കമ്മീഷൻ്റെ ഏത് ഘട്ടത്തിലും ഉള്ള ഒരു ചുമതല. സ്ത്രീകൾക്ക് കമ്മ്യൂണിസ്റ്റുകാരായി തീരുമ്പോൾ, കോൺഗ്രസ്സുകാരാകുമ്പോൾ ലിംഗമാറ്റം സംഭവിക്കുകയും അവർ പുരുഷന്മാരായി തീരുകയും ചെയ്യും. അങ്ങനെ പുരുഷന്മാരായി തീർന്നവരുടെ ഭരണമാണ് നമ്മൾ പരുഷമായിട്ട് പെരുമാറും. ഈ മാതിരി യൂത്ത് കോൺഗ്രസ് ആരാണ്, അല്ലെങ്കിൽ SFI ആരാണ്, അവരെ സംരക്ഷിക്കും. അതിനുവേണ്ടി സദാ ജാഗ്രതയോടുകൂടി നിൽക്കാൻ ഏർപ്പെടുത്തപ്പെട്ട സ്ത്രീ പ്രതിനിധികളാണ് അവർ. പുരുഷന്മാർ ആയിക്കൂടാ എന്നതുകൊണ്ട് മാത്രം സ്ത്രീകളാണ് ഈ വനിതാ കമ്മീഷൻ അംഗങ്ങൾ. ഇത്രയുമൊക്കെ പറയുമ്പോൾ ഒരു നല്ല കാര്യം പറയാനുമുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്നൊരു മൃതാവസ്ഥയിൽ ആണ്. അല്ലെങ്കിൽ അതൊരു ഹിപ്പോക്രസിയായി മാറിയിരിക്കുന്നു. ആളുകളൊക്കെ ഇങ്ങനെ വാചകടിക്കും. പക്ഷേ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ഇന്ന് ഏറ്റവും ജാഗ്രതയോടുകൂടി ഈ നവോത്ഥാന ജീവിതം സംഭവിക്കുന്നു എന്നതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കുള്ള സത്യം. ഇന്ന് ഏറ്റവും നന്നായി പഠിക്കുന്നവർ, ഏറ്റവും നന്നായി ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നവർ, എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സദസ്യർ എന്നിലൂടെയല്ലേ എനിക്ക് പറയാനാവും. അതൊക്കെ മലപ്പുറവും തിരൂരും നാദാപുരത്തും ഒക്കെയുള്ള മുസ്ലിം പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല. ആൺകുട്ടികൾ ആണുങ്ങളായി എന്ന മഹാശാപം മുഖേന പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ പെൺകുട്ടികളെ കൂടാതെ യോഗങ്ങളും സാഹിത്യമൊക്കെ നടത്തുന്നു. പക്ഷേ എല്ലാ മേഖലകളിലും സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അവർ പുരുഷന്മാരുടെ നോംസ് ഉപയോഗിച്ച് അനുസരിച്ച് തന്നെയാണ് സ്ത്രീകളും. കളക്ടറായതുകൊണ്ടൊന്നും കാര്യമില്ല, സ്ത്രീ അധികാരം കിട്ടുകയില്ല. അവിടുത്തെ പ്യൂണിനാണ്, പുരുഷനായ പ്യൂണിനാണ് അവരെക്കാൾ അധികാരം. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതങ്ങ് തുടർന്ന് വന്നാൽ, നോക്കുക, 10-20 വർഷം കഴിയുമ്പോൾ അധ്യാപകർ മുഴുവൻ സ്ത്രീകളായിരിക്കും കേരളത്തിൽ.
ബ്യൂറോക്രാറ്റുകൾ മുഴുവൻ സ്ത്രീകളായിരിക്കും കേരളത്തിൽ. അപൂർവം പുരുഷന്മാരെ ഉണ്ടാകൂ. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ സമൂഹത്തിന് മാറാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നിശ്ചയമായും മുസ്ലിം പിന്തുടർച്ചാവകാശം കാലോചിതമായ മാറ്റത്തിന് വിധേയമായേ പറ്റൂ. കാരണം അവർ മണ്ണിലുറച്ചു നിൽക്കുന്നു, അവർക്ക് മണ്ണ് വേണം. അത് തീർച്ചയായും സ്ഥാപിക്കപ്പെടും. അത് സമയമെടുക്കും. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും സഹായം കൊണ്ട് സംഭവിക്കുകയില്ല. അവരത്രമേൽ യാഥാസ്ഥിതിക മുസ്ലിമിനെ ആർക്ക് കിട്ടും എന്ന് പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരും ആണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സാധ്യമല്ലാത്ത ഈ പരിഷ്കാരം സ്ത്രീകൾ അവരുടെ പുതുതലമുറകളിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തും.